Hey dog, what's up? Hi, hello. Dog, I'm Kunju. People call me Panjara Kunju. Panjara Kunju. Yes dog, I have some doubts. സംശയങ്ങൾ. എന്ത് സംശയം? Dog, people in my family do have Panjara. So, എനിക്ക് പഞ്ചാര ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? കുറച്ചൊക്കെ. ഡയബറ്റീസ് സത്യം പറഞ്ഞ ഹെറിഡിറ്ററി ആണ്. ഫാമിലിയിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ആഹാരത്തിന്റെ കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. Oh, food dog. I do eat a lot of പഴം. പഴം കഴിച്ചാൽ പഞ്ചാര വരുമോ? പഴം കഴിക്കുന്നെന്ന് പറയുമ്പോൾ പലഹാരമായിട്ടാണ് കഴിക്കുന്നത്. I mean പഴംപൊരി, പഴമട, പഴംപോളി. Basically my family is a വാഴ കൃഷി, you know. പഴം പലഹാരമായിട്ട് കഴിക്കുന്നത് പ്രശ്നമാണ് കുഞ്ചു. പഴം അധികം പഴുക്കാത്തത് നോക്കി കഴിക്കണം. ഏത്തപ്പഴമേ അധികം പഴുക്കാത്തത് നോക്കി കഴിക്കണം. വേണമെങ്കിൽ സലാഡ് ആയിട്ട് കൊത്തിയരിഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ വേവിച്ചിട്ട് കൊത്തിയരിഞ്ഞിട്ടൊക്കെ കഴിക്കാം. താങ്ക്സ് ഡോഗ്, യു ആർ എ ജീനിയസ്. പ്രമേഹവും ആഹാരശീലങ്ങളും. പ്രമേഹമുള്ളവർ അത് കഴിക്കരുത്, ഇത് കഴിക്കാം, ഇത് കഴിക്കരുത്, അത് കഴിക്കാം, അങ്ങനെ ധാരാളം കിംവദന്തികൾ ഏറിലുള്ള ഒരു നാടാണ് നമ്മളുടേത്. പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ ഏതായാലും ഭക്ഷണത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. ആഹാര നിയന്ത്രണം ഇല്ലാത്തവരിൽ പ്രമേഹം വഷളാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പ്രമേഹ രോഗികളിൽ കഴിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിക്കാതിരിക്കാനുള്ള ആഹാരങ്ങൾ കേട്ട് മടുത്തിരിക്കുകയായിരിക്കുമല്ലോ എല്ലാവരും. അത് ചെയ്യരുത്, ഇത് കഴിക്കരുത്, അത് അങ്ങനെ ചെയ്യരുത്, ഇത് ഇങ്ങനെ കഴിക്കരുത്. സോ ഇത്തവണ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. എന്ത് കഴിക്കരുത് എന്നുള്ള കാര്യം കൊണ്ട് മാറ്റി വെച്ചിട്ട് എന്തൊക്കെ കഴിക്കാമെന്ന് സംസാരിക്കാം. പ്രമേഹ രോഗമുള്ളവർ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ട ചില ആഹാരങ്ങളുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയരുന്നത് ശരീരത്തിലെ പല അവയവങ്ങളുടെയും, ഉദാഹരണത്തിന് കണ്ണിൻ്റെയും കിഡ്നിയുടെയും മറ്റും തകരാറിലേക്ക് നയിക്കുകയും അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. ഇതൊഴിവാക്കാൻ കൂടിയാണ് ആഹാര നിയന്ത്രണം, അതും ചില ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടൊരു നിയന്ത്രണം വേണമെന്ന് പറയുന്നത്. ആഹാര നിയന്ത്രണം, അതായത് ആഹാരം കഴിച്ചുകൊണ്ടുള്ള നിയന്ത്രണമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, ഹലോ, വണക്കം. ദിസ് ഈസ് ഡോക്ടർ ഗണേഷ് കൃഷ്ണൻ MT ആൻഡ് വാട്ട് യു ആർ വാച്ചിങ് ഈസ് മൈ ഡോക്ടേഴ്സ് ഇൻഫോർടൈൻമെന്റ്. പ്രമേഹബാധിതർ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഭക്ഷണങ്ങൾ. ഇതിലൊന്നാമതായി പറയാനുള്ളത് നമ്മുടെ പാവയ്ക്കയെക്കുറിച്ചാണ്. പഞ്ചസാര നിയന്ത്രിക്കാൻ പാവയ്ക്കയും പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ദേശീയ അന്തർദേശീയ പഠനങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. പാവയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന വിസിൻ, കെരാറ്റിൻ, പോളിപെപ്റ്റൈഡ് P എന്നീ ഘടകങ്ങളാണ് പാവയ്ക്കയെ പ്രമേഹമുള്ളവർക്ക് മികച്ച ഒരു കൂട്ടുകാരനാക്കി മാറ്റുന്നത്. ഈ ഘടകങ്ങളെല്ലാം തന്നെ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും അവയ്ക്കൊരു സംരക്ഷണമൊക്കെ നൽകുകയും ചെയ്യുന്ന ഘടകങ്ങളാണ്. ബീറ്റ സെല്ലുകളാണ് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഇവയ്ക്ക് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട മസിലുകളായ സ്കെലിറ്റൽ മസിലുകളുടെ ഗ്ലൂക്കോസിൻ്റെ ഉപയോഗത്തെ കൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതായത് ഈ പേശികൾ കൂടുതലായി ഗ്ലൂക്കോസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇത് കാരണമാണ് പാവയ്ക്ക ജ്യൂസ് ഉപയോഗിക്കുന്നവർക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഉയരാതെ നിൽക്കുന്നതായി പലപ്പോഴും കാണുന്നത്. പല അന്തർദേശീയ ജേണലുകളിലും പുറത്തു വരുന്ന പഠന റിപ്പോർട്ടുകൾ പ്രകാരം HbA1cയുടെ അളവ് കുറയ്ക്കാനും പാവയ്ക്കയ്ക്ക് കഴിയുമെന്നാണ് കണ്ടെത്തലുകൾ. HbA1c എന്തെന്ന് ഞാൻ മുമ്പ് ഘോരം പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ 3 മാസത്തെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവിനെ കുറിക്കുന്ന കാര്യമാണ് HbA1c എന്ന ടെസ്റ്റ്. ആകെ മൊത്തം പാചക രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുകയും നമ്മുടെ ജൈവകൃഷിയൊക്കെ വഴി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ തോട്ടത്തിലെ തന്നെ തോട്ടത്തിലെ പാവയ്ക്കയാണ് ഏറ്റവും ബെസ്റ്റ്. ഈ തോട്ടത്തിലെ പാവയ്ക്ക ഒരു ഔഷധം തന്നെയാണ്, പ്രത്യേകിച്ച് പ്രമേഹ രോഗികളെ സംബന്ധിച്ച്. ഇനി ഈ പാവയ്ക്ക എങ്ങനെ നമുക്ക് ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കാം എന്ന് നോക്കാം. ഒരു ജ്യൂസ് അടിച്ച് പാവയ്ക്ക ഓടിച്ചാലോ? പാവയ്ക്ക ജ്യൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു തലവെരുപ്പാണല്ലേ. സോ ഈ പാവയ്ക്ക ജ്യൂസ് അതിൻ്റെ ചവർപ്പ്, അതിൻ്റെ കയ്പ്പൊക്കെ ഒന്ന് കുറച്ച് എങ്ങനെ കുടിക്കാൻ പറ്റുന്ന പരുവത്തിലാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനൊരു ചെറിയ റെസിപ്പി ഉണ്ട്. ഇതിനായിട്ട് നമുക്കൊരു ചെറിയ നാരങ്ങയും വേണം, പാവയ്ക്കയും വേണം, പിന്നെ വെള്ളവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുമല്ലേ. ആദ്യം പാവയ്ക്ക എടുത്ത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകുക. ഇതിൻ്റെ ആ 2 അറ്റവും ഇനി അങ്ങ് കട്ട് ചെയ്ത് കളയണം. നമ്മുടെ തോട്ടത്തിൽ നിന്നുള്ള പാവയ്ക്കയാണെങ്കിൽ പുറമേയുള്ള ഈ പരുക്കൻ അരികുകളുള്ള ഈ തൊലി നീക്കം ചെയ്യേണ്ട കാര്യമില്ല. പുറത്തുനിന്ന് മേടിക്കുമ്പോഴാണ് പിന്നെ കീടനാശിനികളൊക്കെ കാണാൻ സാധ്യതയുള്ളതിനാൽ ഈ പുറംതൊലി കൂടി നീക്കം ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്. പുറംതൊലിക്ക് ഒരുപാട് ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഇനി അതിനകത്തുള്ള വിത്തുകൾ നിർബന്ധമായിട്ട് നീക്കം ചെയ്തിരിക്കണം. അപ്പോൾ വിത്തുകൾ നീക്കം ചെയ്ത് നമ്മളിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നാരങ്ങ നീര് ഇതിനകത്തേക്ക് ചേർക്കാം. ഇങ്ങനെ നാരങ്ങ നീര് ചേർത്തതിന് ശേഷം മിക്സിയിലോ ബ്ലെൻഡറിലോ ഇട്ട് നമുക്ക് നമ്മുടെ പാവയ്ക്ക ജ്യൂസ് അടിച്ചെടുക്കാം.
പ്രമേഹ രോഗികൾക്ക് ദിവസവും രാവിലെ വ്യായാമശേഷം കുടിക്കാൻ കഴിയുന്ന മികച്ച ഒരു ജ്യൂസാണിത്. സോ പാവയ്ക്ക അങ്ങനെ കഥ. ഇനി കോവയ്ക്കയാണ്. കോവയ്ക്ക നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക അല്ലേ? ഇംഗ്ലീഷിൽ ഇവനെ ഐവി ഗോഡ് എന്നോ മറ്റോ ആണ് പറയുന്നത്. ഐവി ഗോഡ് തന്നെ. എന്തായാലും നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ ടെറസിൽ തന്നെ കൃഷി ചെയ്യാൻ സാധ്യമായിട്ടുള്ള, നമ്മുടെ കൺമുന്നിൽ നിന്ന് തന്നെ വിളവെടുക്കാൻ സാധിക്കുന്ന, പേടി കൂടാതെ കഴിക്കാൻ സാധിക്കുന്ന ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക പ്രമേഹ രോഗികൾക്ക് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണ വസ്തുവാണ്. പല അന്തർദേശീയ ജേണലുകളിലും പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പഠന റിപ്പോർട്ടുകൾ പ്രകാരം കോവയ്ക്കയുടെ ആന്റി ഹൈപ്പർ ഗ്ലൈസിമിക് എഫക്റ്റിനെ കുറിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്ന് ലഭ്യമാണ്. അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ചു കൊണ്ടുവരാൻ, നിയന്ത്രിക്കാൻ കോവയ്ക്കയുടെ ഉപയോഗത്തിലൂടെ സാധിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതും ഗ്ലൈസീമിക് ഇൻഡെക്സ് താരതമ്യേന കുറവാണെന്നുള്ളതും കോവയ്ക്കയെ പ്രമേഹമുള്ളവർക്ക് ഒരു അരുമ വിഭവമാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കും വളരെ മികച്ച ഒരു ഭക്ഷണമാണ് ഈ കോവയ്ക്ക. ഇനി അടുത്തതായി സംസാരിക്കാനുള്ളത് തിനയരിയെക്കുറിച്ചാണ്. തിനയരിയെക്കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട്? തിനയരി മില്ലറ്റ് ഗണത്തിൽപ്പെടുന്ന ഒരു ചെറുധാന്യമാണ്. ഈ ചെറുധാന്യങ്ങളുടെ ഒരു കൂട്ടമാണ് നമ്മൾ മില്ലറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഈ മില്ലറ്റുകളിൽ തിന വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. പ്രത്യേകിച്ചും പല പുതിയ പഠനങ്ങളിൽ തിനയെ വിശേഷിപ്പിക്കുന്നത് ഒരു ഡയബറ്റിക് ഫുഡ് എന്നാണ്. അരി, ഗോതമ്പ് എന്നിവ പോലെ തന്നെ കൂവരക്ക്, ചോളം, തിനയരി, ചിമയരി എന്നാണോ ചാമയരി എന്നാണോ, ഏതായാലും ഇവയെല്ലാം തന്നെ വളരെ നല്ല ആഹാര വസ്തുക്കളാണ്. ഇവയിൽ ഗോതമ്പ് എന്ന് പ്രമേഹമുള്ളവരെല്ലാം തന്നെ വളരെ സുലഭമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും എല്ലാം ഗോതമ്പ് ആഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് അധികവും. ഗോതമ്പ് അധിക അളവിൽ കഴിക്കുന്നത് അത്ര ആരോഗ്യകരമായിട്ടുള്ള ഒരു ശീലമല്ല. പ്രമേഹമുള്ളവർക്ക് ഗോതമ്പ് ഏതളവിൽ എത്ര അളവിൽ കഴിക്കണമെന്നുള്ളത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ സംസാരിക്കാം. എങ്ങനെ പാചകം ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ തയ്യാറാക്കാം. ഓക്കെ, ഗോതമ്പ് അവിടെ നിൽക്കട്ടെ. തിനയരി എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. തിനയരി നാരുകളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് വളരെ 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 ഉത്തമമാണ്. പ്രമേഹ രോഗികളിൽ കാണപ്പെടുന്ന ഒരു വലിയ പ്രശ്നമാണ് മലബന്ധം. ഇങ്ങനെ മലബന്ധമുള്ളവർക്ക് അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളെക്കാൾ വളരെ സഹായകരമാകുന്ന ഒരു ഭക്ഷണ വസ്തുവാണ് തിന. കാരണം തിനയരിയിൽ മറ്റ് ധാന്യങ്ങളെക്കാൾ പ്രോട്ടീനും നാരുകളും കൂടുതലാണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവ്. അതുകൊണ്ട് തന്നെ നാരുകൾ അധികമായി അകത്തേക്ക് ചെല്ലുന്നത് പ്രമേഹ രോഗികൾക്ക് ഒരു ഉത്തമമായിട്ടുള്ള ഭക്ഷണമാക്കി തിനയെ മാറ്റുന്നു. തിനയുടെ പുറന്തൊലി നീക്കം ചെയ്ത് വേണം ഉപയോഗിക്കാൻ. ഇത്തരത്തിൽ പുറന്തൊലി നീക്കം ചെയ്തിട്ടുള്ള ഡീഹസ്ക്ഡ് ആയിട്ടുള്ള തിനയരി ഇന്ന് മാർക്കറ്റിൽ ധാരാളമായിട്ട് ലഭ്യമാണ്. പുറന്തൊലി നീക്കം ചെയ്യാതെ ഉപയോഗിക്കുന്ന ചിലരിലെങ്കിലും അത് വയറിളക്കത്തിനും പിന്നെ വയറ്റിൽ ചില അസ്വസ്ഥതകളും ഉണ്ടായി വരാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഡീഹസ്ക്ഡ് ആയിട്ടുള്ള, അതിൻ്റെ പുറംതൊലി നീക്കം ചെയ്ത തിനയരി തന്നെ ഉപയോഗിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ ഉണക്കിപ്പൊടിച്ച് അരിച്ചെടുത്ത് നമുക്ക് ഈ തിനയരി ഉപയോഗിക്കാം. സോ തിനയരി ഉപയോഗിക്കുമ്പോൾ പുറംതൊലി നീക്കിയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇങ്ങനെയുള്ള പലതരം ചെറുധാന്യങ്ങളെല്ലാം ചേർന്ന് വരുന്ന പാക്കറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി പറയാനുള്ളത് രസകരമായിട്ടുള്ള മറ്റൊരു വിഭവത്തെക്കുറിച്ചാണ്. പലരും തെറ്റിദ്ധാരണ മൂലം ഒഴിവാക്കുന്ന ഒരു വിഭവം മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? മധുരമാണല്ലേ. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ മധുരക്കിഴങ്ങിൻ്റെ പരിസരത്തേക്ക് പോലും പോകാറില്ല. പക്ഷെ പ്രമേഹ രോഗികൾക്ക് സഹായകരമാകുന്ന, ധൈര്യത്തോടു കൂടി കഴിക്കാവുന്ന ഒരു വിഭവമാണ് മധുരക്കിഴങ്ങ്. പ്രമേഹ രോഗികൾ പൊതുവെ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്നാണ് പറയാറ്. കാരണം ഇവയിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. ഇവ കഴിക്കുമ്പോൾ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പക്ഷേ മധുരക്കിഴങ്ങിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. മധുരക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യവും ക്രോമിയവും ഇവയെല്ലാം തന്നെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തിനെ ഒന്ന് മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ ശരിയായ രീതിയിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളാണ്. ഈ മധുരക്കിഴങ്ങ് ഭക്ഷണത്തിൽ പല രൂപത്തിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അതായത് മധുരക്കിഴങ്ങ് കഴിക്കുമ്പോൾ പകുതി വേവിച്ച് സലാഡ് രൂപത്തിലാക്കി നിങ്ങൾക്ക് കഴിക്കാം. അല്പം കൂടി ഗ്ലാമറസ് ആക്കി ഗ്രിൽ ചെയ്ത് കഴിക്കാം. ഗ്രിൽ ചെയ്ത് കിട്ടുന്നത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ മധുരക്കിഴങ്ങും ഫിനിഷ്. ഇനി സംസാരിക്കാനുള്ളത് അടുത്ത ഐറ്റം ഓട്സ് ആണ്. ഡയബറ്റിക് ബാധിതർ തീർച്ചയായിട്ടും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഓട്സ്.
ഫൈബർ 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 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് പ്രമേഹ രോഗികളോടും മറ്റെല്ലാവരുടെ അടുത്തും സ്ഥിരം അടിക്കുന്ന ഒരു ഡയലോഗാണ്. കേട്ട് 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 മടുത്തിരിക്കുകയായിരിക്കും. ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾക്കിടയിൽ ഒരു മോൺസ്റ്റർ ആണ് ഓട്സ്. ഓട്സിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ നാരുകളായിട്ടുള്ള ബീറ്റാ ഗ്ലൂക്കോൺ ഗണത്തിൽപ്പെടുന്നവയാണ്. ഈ ബീറ്റാ ഗ്ലൂക്കോൺ അകത്തേക്ക് ചെല്ലുമ്പോൾ രക്തത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ അവ സഹായിക്കുന്നതായി ധാരാളം പഠന റിപ്പോർട്ടുകളിൽ പുറത്തു വന്നിട്ടുണ്ട്. സോ നമ്മൾ ഓട്സ് തിരഞ്ഞെടുക്കുമ്പോൾ റോൾഡ് ആയിട്ടുള്ള ഓട്സ്, അതായത് നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള റോൾഡ് ആയിട്ടുള്ള ഓട്സ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി കട ചെല്ലുമ്പോൾ റോൾഡ് ആയിട്ടുള്ള ഓട്സ് തന്നെ ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കണം, പ്രത്യേകിച്ച് പ്രമേഹ രോഗബാധിതർ. ഇനി ഓട്സ് വീട്ടിൽ കൊണ്ടുവന്ന് എപ്രകാരം പാചകം ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഓട്സ് അധിക നേരം കുറുക്കുന്നതും വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതും അത്ര നല്ലതല്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നേർപ്പിച്ച പാൽ ചേർത്തിട്ടുള്ള പാചക രീതികളാണ് എന്തുകൊണ്ടും നല്ലത്. അതുപോലെ ഓട്സ് ഉപയോഗിച്ചുള്ള പലഹാരങ്ങൾ, ഉപ്പുമാവ്, ഇഡ്ഡലി, ദോശ ഇവയെല്ലാം പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാതൽ ഒരു നേരം ഇതേപോലെ ഇഡ്ഡലി, ദോശ, ഉപ്പുമാവ് ഇവയെല്ലാം ഓട്സ് വെച്ച് ട്രൈ ചെയ്യാം. അപ്പോൾ ഓട്സ് കൊണ്ട് നമുക്ക് എങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ചേർക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള മണി ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇനി വരുന്ന വീഡിയോകൾ കൂടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.